നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് മാസത്തിലെ 2-ാം ഞായറാഴ്ച, മാതൃദിനം. ഇന്ത്യയിൽ ഇന്നാണ് മാതൃദിനമായി ആഘോഷിക്കുന്നത്. എന്തിനാണ് മാതൃദിനം? നമ്മൾ ഒരു ദിവസം പോലും നമ്മുടെ മാതാവിനെ ഓർക്കാത്തതായിട്ടൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അവർ ജീവനോടെ ഇരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലെന്നും അവരുടെ രൂപം വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ മാതാവിനെ ഓർക്കാൻ വേണ്ടി ഒരു ദിനത്തിൻ്റെ ആവശ്യം സത്യത്തിലില്ല. എന്നാലും നമ്മൾ മാതൃദിനം ആഘോഷിക്കേണ്ടതാണ്. ഒരു ദിവസമെങ്കിലും നമ്മൾ മാതാവിനായി മാറ്റിവെക്കുന്ന ഒരു ദിനം. ഇപ്പോൾ സ്റ്റാറ്റസുകളിൽ മാത്രമാണ് മാതൃദിനമുള്ളത്. ഞാൻ ഈയിടെ കുറച്ച് ദിവസം മുമ്പ് ഒരു ന്യൂസ് കണ്ടു. സ്വന്തം മകൻ സ്വന്തം മാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് കേസ് അതിനെതിരെ നടക്കുകയും പിന്നീട് ആ വീട് മാതാവിന് തിരിച്ചു കൊടുക്കുന്ന ഒരു ന്യൂസ്. തിരൂരങ്ങാടി മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നീട് അത് കോടതിയിൽ പോവുകയും ഹൈക്കോടതി ഇടപെട്ടിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആ വീട് മാതാവിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. നമ്മളിവിടെ മാതൃദിനം ആഘോഷിക്കുകയും മാതാവിനെ പറ്റി നമ്മൾ ചിന്തിക്കണം, മാതാവിനെ പറ്റി ദിവസം ഓർക്കണം എന്ന് പറയുമ്പോഴും ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു മകൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര ക്രൂരനായ, എത്ര ദുഷ്ടനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലപ്പേരെടുത്തു പറഞ്ഞത്. എല്ലാവരും അറിയണം ആ വ്യക്തി ആരാണെന്ന്. ആ വ്യക്തിയുടെ രൂപം, ആ വ്യക്തിയുടെ മുഖം നമ്മൾ ശരിക്കും മീഡിയക്കാർ പബ്ലിഷ് ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഇത്രയും ദുഷ്ടനായ ഒരു വ്യക്തി ഈ നാടിന് എന്തിനു ജീവിക്കുന്നു? മാതാപിതാക്കളെ നമ്മൾ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഈയിടെ ജോണി ആന്റണിയുടെ ഒരു മൂവിയിൽ ഞാൻ കണ്ടു, അവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അവരുടെ മക്കളെ കാണണമെന്നും കൊച്ചുമക്കളെ കാണണമെന്നും ഒരു ആഗ്രഹമുണ്ടാവില്ലേ? അപ്പോൾ ഒരിക്കലും ആ ഒരു പ്രവൃത്തി നിങ്ങൾ മുതിരരുത് എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഇനി മാതൃദിനത്തിൻ്റെ ചരിത്രം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ചരിത്രത്തിൽ ഇവിടെ പ്രാധാന്യമില്ല. എന്തായാലും നമ്മൾ മാതൃദിനം ആഘോഷിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ദിനം മാതാവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ ഇതെല്ലാം ആഘോഷിക്കുന്നില്ലേ? എന്തുകൊണ്ടൊരു മാതൃദിനം നമ്മൾക്ക് ആഘോഷിച്ചൂടാ? ആഘോഷിക്കൂ മാതൃദിനം നിങ്ങളുടെ മാതാവിനോടൊപ്പം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.